അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒരു ഭാഗം ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു നിഗൂഢ മേഖല. ഫ്ലോറിഡ, ബർമുഡ, പോർട്ടോറിക്കോ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശം ഇന്ന് അറിയപ്പെടുന്നത് ഡെവിൾസ് ട്രയാങ്കിൾ എന്നാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ 100-ലധികം വിമാനങ്ങളും കപ്പലുകളുമാണ് ഇവിടെ അപ്രത്യക്ഷമായത്. 1945-ൽ പരിശീലന പറക്കലിനിറങ്ങിയ US നാവികസേനയുടെ ഫ്ലൈറ്റ് 19 എന്ന 5 വിമാനങ്ങൾ ഒരു അടയാളവും അവശേഷിപ്പിക്കാതെ ഇവിടെ കാണാതായി. അവരെ തിരഞ്ഞുപോയ വിമാനവും പിന്നീട് തിരിച്ചു വന്നില്ല. എന്താണ് ഇതിന് പിന്നിൽ? കടലിനടിയിലെ ശക്തമായ മീഥേൻ വാതക സ്ഫോടനങ്ങളാണോ? അതോ ദിശ കാട്ടുന്ന കോമ്പസുകളെ തെറ്റിക്കുന്ന കാന്തിക വ്യതിയാനങ്ങളോ? ഹെക്സഗണൽ ക്ലൗഡ്സ് അഥവാ ഷഡ്ഭുജാകൃതിയിലുള്ള മേഘങ്ങൾ സൃഷ്ടിക്കുന്ന അതിശക്തമായ എയർ ബോംബുകളാണ് ഇതിന് കാരണമെന്ന് ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നു. എങ്കിലും ഇന്നും പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. തകർന്ന വിമാനങ്ങളുടെയോ കപ്പലുകളുടെയോ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനാവാത്തത് ഈ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ഇത് പ്രകൃതിയുടെ പ്രതിഭാസമോ അതോ മനുഷ്യന് അജ്ഞാതമായ മറ്റെന്തെങ്കിലുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ പ്രപഞ്ചത്തിലെ ഇത്തരം നിഗൂഢതകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ പേജ് ഫോളോ ചെയ്യുക.